ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദുരന്തർ 2ന്റെ ക്ലൈമാക്സിനെ കുറിച്ചാണ്. ഈ സിനിമയുടെ ക്ലൈമാക്സിൽ സംവിധായകൻ നമുക്ക് വ്യക്തമായ ഒരു ഉത്തരം തരുന്നില്ല. പകരം ഒരു ചോദ്യം ബാക്കി വെച്ചു. ആ ചോദ്യം എന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. സിനിമയുടെ അവസാന ഭാഗത്ത് ജസ്കീരാത്ത് നാട്ടിലേക്ക് മടങ്ങി വരുന്നു. ഒരു ട്രെയിൻ യാത്ര, ഒരു നീണ്ട തിരിച്ചുവരവ്. ആ യാത്രയിലെ പല ഷോട്ടുകളും ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. ജസ്കീരാത്ത് അവന്റെ പഴയ ജീവിതത്തിലേക്കാണ് തിരികെ നോക്കുന്നത്. അവൻ നഷ്ടപ്പെടുത്തിയ കുടുംബം, അവൻ നഷ്ടപ്പെടുത്തിയ സമയം, അവൻ നഷ്ടപ്പെടുത്തിയ ജീവിതം, ഇവയെല്ലാം അവന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. അവസാനം അവൻ സ്വന്തം വീട്ടിലെത്തുന്നു. ഈ രംഗം ആദ്യമായി കണ്ടപ്പോൾ പലർക്കും തോന്നിയത് അമ്മ അവനെ കണ്ടില്ല എന്നാണ്. പക്ഷേ ക്ലൈമാക്സ് വീണ്ടും ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു പ്രധാന കാര്യം മനസ്സിലാകും. അമ്മ അവനെ കാണുന്നുണ്ട്. വളരെ ചെറിയ ഒരു ഷോട്ട് മാത്രം. അമ്മ അവനെ നോക്കുന്നു. ജസ്കീരാത്തിനെ തിരിച്ചറിയുന്നു. എന്നിട്ട് മകളെ വിളിച്ച് അകത്തേക്ക് കയറി പോകുന്നു. ഇവിടെയാണ് സിനിമയുടെ ഏറ്റവും വലിയ സസ്പെൻസ്. ഒരമ്മ എന്തുകൊണ്ട് വർഷങ്ങൾക്ക് ശേഷം ജീവനോടെ തിരികെ വന്ന മകനെ കണ്ടിട്ടും അവനെ വിളിക്കാതെ അകത്ത് കയറി പോകുന്നു? ഒരുപക്ഷെ ജസ്കീരാത്ത് വീട്ടിലേക്ക് തിരിച്ചെത്തിയാൽ ആ കുടുംബത്തിലുണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഭയമായിരിക്കാം. അതല്ലെങ്കിൽ വർഷങ്ങളായി ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന പണം ലഭിക്കാതെയാകുമോ എന്നുള്ള പേടിയായിരിക്കാം. പക്ഷേ സംവിധായകൻ ഇതിലൊന്നും വ്യക്തമായ ഉത്തരം നമുക്ക് നൽകുന്നില്ല. കാരണം ആ സീനിന്റെ യഥാർത്ഥ ഫോക്കസ് അമ്മയല്ല, ജസ്കീരാത്താണ്. അമ്മ അകത്തേക്ക് കയറിയ ശേഷം ജസ്കീരാത്ത് ആ ഗേറ്റ് തുറക്കാൻ ശ്രമിക്കുന്നില്ല, അമ്മയെ വിളിക്കുന്നില്ല, അകത്ത് കയറാൻ ശ്രമിക്കുന്നില്ല. പകരം അവൻ അവിടെ നിൽക്കുകയാണ്. ആദ്യം അവൻ വീട്ടിലേക്ക് നോക്കുന്നു, പിന്നീട് താൻ വന്ന വഴിയിലേക്ക് നോക്കുന്നു. അപ്പോഴേക്കും അവനെ കൊണ്ടുവന്ന ഓട്ടോ പോയി കഴിഞ്ഞിരുന്നു. ഒരു വശത്ത് അവന്റെ പഴയ ജീവിതം, മറുവശത്ത് അവൻ വന്ന വഴി. പക്ഷേ ജസ്കീരാത്ത് രണ്ടിടത്തേക്കും പോകുന്നില്ല. അവൻ അവിടെ തന്നെ നിൽക്കുകയാണ്. ഈ ഒരു ഷോട്ടിലൂടെ സംവിധായകൻ പറയാൻ ശ്രമിക്കുന്നത് വളരെ വ്യക്തമാണ്. ജസ്കീരാത്ത് ഇപ്പോൾ രണ്ട് ലോകങ്ങൾക്കിടയിൽ കുടുങ്ങിയ ഒരു മനുഷ്യനാണ്. അവൻ വിട്ടുപോയ ജീവിതത്തിലേക്ക് പൂർണ്ണമായും തിരികെ വരാൻ അവന് കഴിയുന്നില്ല. അതുപോലെ അവൻ ജീവിച്ചിരുന്ന രഹസ്യ ജീവിതവും അവസാനിച്ചു. അവൻ എവിടെയും ഉൾപ്പെടുന്നില്ല. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അമ്മ അവനെ കണ്ടപ്പോൾ ഭയപ്പെടുന്നില്ല, ഞെട്ടുന്നില്ല, ഒന്നും സംസാരിക്കുന്നുമില്ല. വളരെ ശാന്തമായി അകത്തേക്ക് കയറി പോകുന്നു. അതുകൊണ്ട് തന്നെ ഇത് അമ്മയുടെ ഒരു അപ്രതീക്ഷിത പ്രതികരണമല്ല, മറിച്ച് ആലോചിച്ചെടുത്ത ഒരു തീരുമാനം പോലെയാണ് തോന്നുന്നത്. അമ്മയ്ക്ക് തന്റെ മകൻ ആരാണെന്നറിയാം. അവൻ എന്തെല്ലാം അനുഭവിച്ചെന്ന് ഒരുപക്ഷെ അവർക്ക് അറിയില്ലായിരിക്കാം. പക്ഷേ അവൻ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ വന്ന ഒരു മനുഷ്യനല്ലെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. ഒരുപക്ഷെ അമ്മ ജസ്കീരത്തിനെ വീട്ടിൽ കയറ്റായിരുന്നത് അവനെ ഇഷ്ടമല്ലാത്തത് കൊണ്ടാവില്ല, മറിച്ച് അവൻ ജീവിച്ചിരിക്കട്ടെ എന്ന ആഗ്രഹം കൊണ്ടായിരിക്കാം. അതുപോലെ തന്നെ ജസ്കീരത്തിനും ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്. അവന്റെ അമ്മ അവനെ തിരിച്ചറിഞ്ഞു എന്ന്. അത് അവന്റെ മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അതിനുശേഷം അവൻ അകത്ത് കയറാൻ ശ്രമിക്കുന്നില്ല. കാരണം അവനും അതേ സത്യം അംഗീകരിച്ചതായിരിക്കാം. വർഷങ്ങൾക്ക് മുമ്പ് ആ വീട്ടിൽ നിന്ന് പോയ ജസ്കീരത്ത് ഇപ്പോൾ തിരികെ വന്നിട്ടില്ല. തിരികെ വന്നിരിക്കുന്നത് ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നുപോയ മറ്റൊരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെയാവാം ക്ലൈമാക്സിലെ അവസാന ഷോട്ടിൽ ജസ്കീരത്ത് ക്യാമറയിലേക്ക് നോക്കുന്നത്. ഒരു തീരുമാനമെടുത്ത മനുഷ്യന്റെ മുഖമാണത്. പക്ഷേ ആ തീരുമാനം എന്താണെന്ന് സിനിമ നമ്മളോട് പറയുന്നില്ല. ഒരുപക്ഷെ അതായിരിക്കാം ഈ ക്ലൈമാക്സിന്റെ ഏറ്റവും വലിയ സസ്പെൻസ്. കാരണം സാധാരണ സിനിമകളിൽ അവസാനം സംവിധായകൻ എല്ലാം വിശദീകരിക്കും. ഇവിടെ അങ്ങനെ ചെയ്യുന്നില്ല. ജസ്കീരത്ത് വീട്ടിലേക്ക് കയറുന്നില്ല, തിരികെ പോകുന്നതും കാണിക്കുന്നില്ല, അവന്റെ ഭാവി എന്താണെന്ന് പറയുന്നില്ല. പകരം ഒരു ചോദ്യമാണ് ബാക്കി വെക്കുന്നത്. ഇനി അവൻ എവിടേക്കാണ് പോകേണ്ടത്? അവൻ വിട്ടുപോയ വീട്ടിലേക്കോ, അവൻ ജീവിച്ചിരുന്ന പഴയ രഹസ്യ ജീവിതത്തിലേക്കോ, അതോ നമുക്കറിയാത്ത മറ്റൊരു പുതിയ വഴിയിലേക്കോ? എന്റെ അഭിപ്രായത്തിൽ ദുരന്തർ 2ന്റെ ക്ലൈമാക്സ് ഒരു അമ്മ മകനെ സ്വീകരിച്ചില്ല എന്ന കഥയല്ല. ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിലെ എല്ലാ പഴയ തിരിച്ചറിയലുകളും നഷ്ടപ്പെട്ട ശേഷം നിൽക്കുന്ന നിമിഷത്തിന്റെ കഥയാണ്. കാരണം ചിലപ്പോൾ ഏറ്റവും വലിയ സംഭാഷണങ്ങൾ വാക്കുകൾ കൊണ്ടല്ല നടക്കുന്നത്, ഒരു നോട്ടം കൊണ്ടാണ്. അതാണ് ഈ ക്ലൈമാക്സിൽ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ദുരന്തർ 2ന്റെ അവസാന രംഗം ഒരു ഉത്തരമായി തോന്നാത്തത്, പകരം ഒരു ചോദ്യമായി അവശേഷിക്കുന്നത്. ആ ചോദ്യത്തിന്റെ ഉത്തരം സംവിധായകൻ നൽകിയിട്ടില്ല. ഒരുപക്ഷെ അത് കണ്ടെത്തേണ്ടത് നമ്മളായിരിക്കും. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അമ്മ അകത്തേക്ക് കയറിയതിന്റെ യഥാർത്ഥ കാരണം എന്തായിരിക്കും? ജസ്കീരത്ത് ആ നിമിഷത്തിൽ എന്താണ് തീരുമാനിച്ചത്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയൂ.